ഹായ് ഫ്രണ്ട്സ്, സംസ്ഥാനത്ത് ആദ്യമായി 4 വർഷ ബിരുദത്തിന് ഏകീകൃത കലണ്ടറായി. ജൂലൈ 1 ക്ലാസ് തുടങ്ങും. അപേക്ഷ ജൂൺ 7 വരെ. സംസ്ഥാനത്ത് ആദ്യമായി സർവകലാശാലകൾക്ക് ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രഖ്യാപിച്ചു. ഇക്കൊല്ലം ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ 2024-25 വർഷ അക്കാദമിക കലണ്ടറാണ് പ്രസിദ്ധീകരിച്ചത്. നിലവിലുള്ള 3 വർഷ ബിരുദ കോഴ്സുകളുടെ ഇനിയുള്ള 2 വർഷത്തെ കലണ്ടർ അതത് സർവകലാശാലകൾ പ്രത്യേകമായി പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സിന് ഫീസ് ഘടനയിൽ മാറ്റമുണ്ടാകില്ല. കോഴ്സ് ഘടനയുടെ അടിസ്ഥാനത്തിൽ ഫീസ് വർധന വേണമോ എന്ന് വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചകൾക്കു ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 7 അപേക്ഷ സ്വീകരിച്ച് ജൂലൈ 1 ക്ലാസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും അപേക്ഷ വിളിച്ചിനൊന്നുമില്ല. എന്തായാലും ഇപ്പം പെട്ടെന്ന് +2 റിസൾട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉടനെ തന്നെ അപേക്ഷ വിളിക്കുന്നതായിരിക്കും. +2 ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ 4 വർഷ ബിരുദ പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുകയാണ് സർവകലാശാലയുടെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ വർഷത്തെ അക്കാദമിക് കലണ്ടറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 7 അപേക്ഷ സ്വീകരിക്കൽ അവസാനിപ്പിക്കും. ട്രയൽ അന്തിമ റാങ്ക് പട്ടിക ജൂൺ 15 പ്രസിദ്ധീകരിക്കും. ജൂൺ 22 മുമ്പ് 1ാം ഘട്ട അലോട്ട്മെൻറ്റും 29 മുമ്പ് 2ാം ഘട്ട അലോട്ട്മെൻറ്റും നടക്കും. ജൂലൈ 1 ക്ലാസുകൾ ആരംഭിക്കും. ജൂലൈ 5 3ാം അലോട്ട്മെൻറ്റും ഉണ്ടാകും. പ്രവേശനത്തിന് അപേക്ഷിക്കാത്തവർക്ക് ജൂലൈ 8 മുതൽ 15 വരെ അപേക്ഷിക്കാവുന്നതാണ്. അതായത് ആദ്യം അപേക്ഷിക്കാത്തവർക്ക്. കോഴ്സ് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 31 വരെയാണ്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 30 മുമ്പ്. പരീക്ഷ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 30 ഉണ്ടാകും. 1ാം സെമസ്റ്റർ പരീക്ഷ ടൈം ടേബിൾ ഒക്ടോബർ 15 പ്രസിദ്ധീകരിക്കും. 1ാം സെമസ്റ്റർ റെഗുലർ ക്ലാസുകൾ നവംബർ 5 തീരും. ഇന്റേണൽ അസസ്മെൻറ്റ് മാർക്ക് നൽകുന്ന നടപടികൾ നവംബർ 8 മുമ്പ് പൂർത്തിയാക്കും. 1ാം സെമസ്റ്റർ പരീക്ഷ നവംബർ 6 മുതൽ 22 വരെ. നവംബർ 22 1ാം സെമസ്റ്റർ അവസാനിക്കുന്നതായിരിക്കും. ഡിസംബർ 23 മുമ്പ് 1ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും. ഡിസംബർ 2 മുതൽ 2ാം സെമസ്റ്റർ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. ഡിസംബർ 21 മുമ്പ് കോളേജ് സർവകലാശാല തല കായികമേളയും 2025 ജനുവരി 25 മുമ്പ് കലാമേളയും പൂർത്തിയാക്കും. ഫെബ്രുവരി 28 മുമ്പ് അന്തർ സർവകലാശാല കായികമേളയും കലാമേളയും പൂർത്തിയാക്കും. അതായത് സർവകലാശാലകൾ തമ്മിലുള്ള. മാർച്ച് 28 ആയിരിക്കും 2ാം സെമസ്റ്ററിലെ അവസാന പ്രവൃത്തി ദിനം. ഏപ്രിൽ 2 മുതൽ 15 വരെ 2ാം സെമസ്റ്റർ പരീക്ഷ നടക്കും. 2025 മെയ് 15 മുമ്പ് 2ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും. ഇന്റേൺഷിപ്പിനുള്ള സ്ഥാപനങ്ങളെയും എംപാനൽ ചെയ്യും. സർട്ടിഫിക്കറ്റ് വിതരണത്തിനും മറ്റും ഇപ്പോൾ സർവകലാശാലകൾ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളുണ്ട്. കെയറിപ്പ് പൂർത്തിയാക്കുന്നതോടെ അതിൽ സംയോജിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്തായാലും വളരെ വ്യക്തമായ പ്ലാനിംഗ് ആണുള്ളത്. ഇത് ഇതേപടി നടപ്പിലാക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ 7 വരെയാണ് അപേക്ഷ. ജൂലൈ 1 ക്ലാസ് ആരംഭിക്കും. ഇതിലും ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വന്നേക്കാം. ഇപ്പോൾ നിലവിൽ ന്യൂസ് പേപ്പറിൽ നമുക്കറിയാൻ പറ്റിയിരിക്കുന്ന കാര്യമാണ്. എന്തായാലും 4 ഇയേഴ്സ് ഡിഗ്രി പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിലൊക്കെ കണ്ണൂർ, കാലിക്കറ്റ്, കേരള, MG ഓരോ സർവകലാശാലയുടെ അലോട്ട്മെൻറ്റ് വ്യത്യാസം. ചിലവർക്ക് 5, ചിലവർക്ക് 3. അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഒറ്റ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപകാരമുണ്ട്. കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. എന്തായാലും വഴിയെ നമുക്ക് കാണാം. അധികം വൈകാതെ തന്നെ ഡീറ്റെയിൽസൊക്കെ വരുന്നതായിരിക്കും. ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തയ്യാറായി നിന്നോളൂ.